ഇതെന്താ ദേവിയായിട്ട് വരാത്തത്? എനിക്ക് എന്റെ മക്കളെ കാണാൻ കൊതിയാകുന്നു. വണ്ടിയുടെ സൗണ്ട് അല്ലേ അത്? അവർ വന്നെന്നാ തോന്നുന്നത്. എത്ര സമയമായെന്നോ കാത്തു നിൽക്കുന്നു. ഇപ്പോഴൊന്ന് ശ്വാസം വീണത്. ചിഞ്ചു, എടി ചിഞ്ചു, നീ എവിടെയാ? ഈ പെണ്ണ് എവിടെയാ പോയി നിൽക്കുന്നത്? ചിഞ്ചു, എടി ചിഞ്ചു. എന്താ യമുനമ്മേ, എന്നെ വിളിച്ചാ? ആ, എത്ര നേരമായി വിളിക്കുന്നു. നീ അതിങ്ങെടുക്ക്, അവർ വന്നെന്നാ തോന്നുന്നത്. ഇതാ ഞാനിപ്പോ എടുത്തു വരാം. ഓരോരുത്തരുടെ അവസ്ഥ, ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. വാ വാ, ഇനി നമ്മുടെ വീടിതാ. ദൈവമേ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്ര വലിയ വീട്ടിലേക്കാണോ നീ എന്നെ എത്തിച്ചത്? അതുപോലെ നല്ലൊരു അച്ഛനെയും എനിക്ക് കിട്ടി. എന്തായാലും നല്ല തലവരെയാ എനിക്ക്. ഇത്രയും വലിയ വീട്ടിൽ വന്ന് ചേർന്നല്ലോ. എങ്ങനെയെങ്കിലും ഇവിടെയുള്ള സ്വത്തൊക്കെ എനിക്ക് അടിച്ചു മാറ്റണം. ഇനി എന്റെ സ്വത്തിന്റെ പാതിയൊക്കെ ഇവൾക്കും കൊടുക്കേണ്ടി വരില്ലേ? അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നാശം പിടിച്ച സാധനം. രണ്ടുപേർക്കും ഇഷ്ടമായി വീടൊക്കെ? ഇഷ്ടമായെന്നോ? 100 വട്ടം ഇഷ്ടമായി. എന്നാ രണ്ടുപേരും വാ. നിക്ക് ദേവേട്ടാ. ചിഞ്ചു, അതിങ്ങ് കൊണ്ട. 3 പേരും ഇങ്ങോട്ട് വന്ന് നിൽക്ക്. എന്റെ മക്കൾ എന്റെ വലത് കാല് വെച്ച് വീട്ടിലേക്ക് കയറി. എടി ഗ്ലോറി, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരല്ലേ? അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത്? അല്ലടി, ഇത്രയും നല്ല വീട്ടിൽ നമ്മൾ എത്തിയില്ലേ? ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. എന്താടി, നിനക്ക് ഇഷ്ടമായില്ലേ? എത്ര നല്ല അച്ഛനും അമ്മയുമാണ് നമുക്ക് കിട്ടിയത്. ഏതോ 2 അച്ഛനും അമ്മയ്ക്കും ജനിച്ച നമ്മൾ രണ്ടുപേരും സഹോദരിമാരുമായില്ലേ? ഞാൻ അതിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. എന്താടി, നിനക്കിതൊന്നും ഇഷ്ടമായില്ലേ? അല്ല, എന്റെ മക്കൾ എന്തെങ്കിലും സംസാരിക്കുന്നത്? അവിടെ ഇരുന്നടി, നീ എന്തിനാ എഴുന്നേറ്റത്? ഏയ്, ഒന്നുമില്ല. എല്ലാവരെയും ഇങ്ങനെ ബഹുമാനിച്ച് കയ്യിലെടുക്കാനുള്ള പ്ലാനാ. അല്ല, നിങ്ങൾ വന്നിട്ടൊന്നും കുടിച്ചില്ലല്ലോ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. ഈ പടവലം തറവാടും ദേവൻസ് കമ്പനിയൊക്കെ നോക്കി നടത്തേണ്ട മക്കളാ നിങ്ങളിനി. അല്ലടി ഗ്ലോറി മോളെ? അതെ അതെ. ചിഞ്ചു, എടി ചിഞ്ചു, നീ എവിടെയുള്ളത്? ചിഞ്ചു, നീ എവിടെയുള്ളത്? എന്നാ യമുനമ്മേ, ഞാൻ ഇവിടെയുണ്ട്. നീയേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി യമുനമ്മേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങൾ ഈ വീടൊന്നും കണ്ടില്ലല്ലോ, പോയി വീടൊക്കെ ഒന്ന് കാണും. ആ, ഞങ്ങൾ കണ്ടോളാം. ഇത് യമുനമ്മേ, രണ്ടുപേർക്കും കോഫി. സോഫി, വാങ്ങിക്കോ മോളെ. ഓ, എന്തൊരു മോൾ വിളിയൊക്കെയാ. ഈ തള്ളെ ഈ പെണ്ണ് കൈമേലെടുക്കുകയാണല്ലോ. ചിഞ്ചു, ഇവൾക്കും കൊടുക്ക്. ഇത് ഗ്ലോറി കുഞ്ഞെ. എന്ത് കോഫിയോ? എനിക്ക് വേണ്ട. എനിക്ക് ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെന്തിനു മോൾ നേരത്തെ പറയാതിരുന്നത്? എനിക്ക് ഇപ്പൊ തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് തന്നെ. ഇപ്പൊ ഇത് കുടിക്ക്, ഞാൻ ബൂസ്റ്റ് എടുത്തിട്ട് വരാം. ഞാനേ എന്ത് കുടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ പോയി ബൂസ്റ്റ് എടുത്തിട്ട് വാ. വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി. ഞാൻ പോയി ബൂസ്റ്റ് എടുത്തിട്ട് വരാം യമുനമ്മേ. ചിഞ്ചു, എന്നാലും ഗ്ലോറി മോളെ വേണ്ടായിരുന്നു. നമ്മളെ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനമുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ തലയിൽ കയറി നിരങ്ങും. അതാ ഞാനങ്ങനെ പറഞ്ഞത്. മോള് കോഫി കുടിക്ക്. ഇതൊന്നും കണ്ട് വിഷമിക്കല്ലേ. അവളൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല. ഏയ്, അതൊന്നും പ്രശ്നമില്ല. അമ്മയും മക്കളുമായി ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മോൾ ഇത് കുടിച്ച് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. എന്ത് ഭംഗിയാ ഇവിടെ കാണാൻ. ഈ പൂന്തോട്ടം ഇങ്ങനെ ആക്കിയെടുത്തത് കുമാരയുടെ വെട്ടിക്കാണോ? സോഫി മോക്ക് ഇഷ്ടമാണോ പൂന്തോട്ടം? പിന്നെ ഇഷ്ടമല്ലാതെയാണോ? ഈ ചെടികളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ ഭൂമി ഇത്ര സുന്ദരമായത്. മോള് പറഞ്ഞത് ശരിയാ. ഈ ഭൂമി ഇത്ര സുന്ദരമായത് ഈ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്. ഞാനും ഇങ്ങനെ ഓർഫണേജിൽ ധാരാളം ചെടികൾ നട്ടിട്ടുണ്ട്. ആണോ? നല്ല കുട്ടി. ഇവിടുത്തെ ദേവൻ സാറിന് ഭയങ്കര ഇഷ്ടമാ ചെടി. അതാ ഇങ്ങനെ നട്ട് വളർത്തിയത്. സാറിനും ഇഷ്ടമാണോ? എന്ത് സാറോ? എന്നെ സാറെന്നൊന്നുമല്ല വിളിക്കേണ്ടത്, അച്ഛൻ എന്നാ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഡാഡി എന്ന്. അയ്യോ, എനിക്ക് പേടിയാ. പേടിയോ? എന്തിനി? ഇനി അങ്ങനെയാ വിളിക്കേണ്ടത്. പുറത്തു നിന്നും അവളുടെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. ഇതെന്ന് ഇവൾ തോട്ടക്കാരനുമായി സംസാരിക്കുന്നത്? എല്ലാ ഭാഗത്തും എത്തിക്കോളും. നാശം പിടിച്ചവൾ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്തായിരിക്കും സംസാരിക്കുന്നത്? അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്താണെന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. അല്ല കുമാരേട്ടാ, ഇതിനൊക്കെ എന്ത് വളമിടാറ്? ഇതിനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് എല്ലും പൊടിയും കുറച്ച് രാസവസ്തുക്കളും വാങ്ങി ഇട്ടുകൊടുക്കും. എന്തോ വലിയ ചർച്ചയാ. ഇനിയിപ്പോൾ എന്നെ പറ്റിയായിരിക്കുമോ? അവൾ അങ്ങനെയൊന്നും കണ്ണടക്കി വിശ്വസിച്ചുകൂടാ. സോഫി, എന്താ? നിന്നെ അകത്തു നിന്ന് വിളിക്കുന്നുണ്ട്. ആണോ? കുമാരേട്ടാ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? ആ മോളെ, മോള് ചെല്ല്. എന്താ നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചത്? അതോ, അത് ഈ ചെടികളെ പറ്റി സംസാരിച്ചതാ. ചെടികളെ പറ്റിയോ? ചെടികളെ പറ്റി എന്ത് സംസാരിക്കാനാ? സോഫി മോൾക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, ഗ്ലോറി മോക്ക് ഇഷ്ടമാണോ? എനിക്ക് ഈ ചെടികളൊന്നും കണ്ണിന് കണ്ടുകൂടാ. ആണോ? എന്നാ ഇവിടുത്തെ സാറിന് ഭയങ്കര ഇഷ്ടമാ. അതിന് ഞാനെന്താ വേണ്ടത്? അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടണോ? അയ്യോ കുഞ്ഞെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതിന് തന്നോട് ആരാ ചോദിച്ചത് എന്ത് ഉദ്ദേശിച്ച പറഞ്ഞതെന്നുള്ള കാര്യം? തന്നെ ഞാൻ വന്ന സമയം മുതലേ ശ്രദ്ധിക്കുന്നു. തനിക്ക് ഇവിടെ പുറത്തല്ലേ പണി? താനെന്തിനാ അകത്തെ പെണ്ണുങ്ങളുമായി സംസാരിക്കുന്നത്? എന്താ ഗ്ലോറി മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? താൻ കൂടുതലൊന്നും വർത്താനം പറയാൻ നിൽക്കണ്ട. ചെടി മറ്റേത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള പെണ്ണുങ്ങളേക്ക് കൈമലെടുക്കാനുള്ള പണിയാണല്ലേ? എന്താ ഗ്ലോറി മോളെ ഇതൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ ചോദിച്ചതാ ചെടി ഇഷ്ടമാണെന്നുള്ള കാര്യം. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. തനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനേ ദേവനും യമുനയും ദത്തെടുത്ത മകളാ. എന്ന് വെച്ചാൽ അവരുടെ മകൾ. ഇവിടെ എന്ത് പറയണം പറയണ്ട തീരുമാനിക്കുന്നത് ഞാനാ.
അധികം നെഗളിച്ചാൽ തന്റെ പണി ഞാൻ തീർപ്പിക്കും, മനസ്സിലായോ? ഗ്ലോറി മോളെ, ഞാനേ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇവിടെ പണിക്ക് വരാൻ, വർഷങ്ങളായി. ഇന്ന് വരെ ഞാനൊരു പേര് ദോഷവും കേൾപ്പിച്ചിട്ടില്ല. മോൾ എന്തൊക്കെയായി പറയുന്നത്? ഓഹോ, വർഷങ്ങളൊക്കെ ആയി അല്ലേ? എന്നിട്ടാണോ തനിക്ക് ഇവിടുത്തെ പണിയൊക്കെ നിർത്തി പോകേണ്ട സമയമായി? തനിക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് ഓരോ അവതാരം. ഇതാരാ ഈ സമയത്ത്? അയ്യോ കുമാരേട്ടാ, എന്ത് പറ്റി? അയ്യോ കുമാരേട്ടാ, എന്താ പറ്റിയത്? അത് പിന്നെ അത് പിന്നെ കുമാരേട്ട തല കറങ്ങുന്നെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും വീകാൻ നോക്കി അല്ലേ കുമാരേട്ടാ? തലകറങ്ങി വീഴാൻ നോക്കിയതാ. എന്തായി പറയുന്നത്? തലകറങ്ങി വീഴാൻ നോക്കിയെന്നോ? നിങ്ങളെന്താ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? കഴിച്ചു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ കുമാരേട്ടൻ വാ, നമുക്കൊന്ന് ഡോക്ടറുടെ അടുത്ത് പോകാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മനുമോനെ. ഒന്നും പറയണ്ട, കുമാരേട്ടനോട് പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. വരാനാ പറഞ്ഞത്. എന്നാൽ ഹോസ്പിറ്റലിൽ പോണ്ട, ഞാൻ കുറച്ച് സമയം വിശ്രമിച്ചാൽ ശരിയാകും. ശരി, എന്നാൽ കുറച്ച് സമയം വിശ്രമിക്ക്, എന്നിട്ട് നോക്കിയിട്ട് പോകാം. ഇതാരാ ഈ പുതിയ അവതാരം? എന്നാലും കാഴ്ചക്ക് കൊള്ളാം.